പ്രിയ പ്രേക്ഷകരെ, എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത് 2025 അതിസമ്പന്ന യോഗമുള്ള നക്ഷത്രക്കാരെ കുറിച്ചാണ്. അതായത് 2025 മാർച്ച് 29 ശനി കുംഭത്തിൽ നിന്നും മീനത്തിലേക്കും, മെയ് 13 വ്യാഴം ഇടവൻ രാശിയിൽ നിന്നും മിഥുന രാശിയിലേക്കും, രാഹു മെയ് 19 മീനത്തിൽ നിന്നും കുംഭത്തിലേക്കും, കേതു കന്നിയിൽ നിന്നും ചിങ്ങത്തിലേക്കും. എല്ലാ ഗ്രഹങ്ങളും വലത്തോട്ട് സഞ്ചരിച്ചുകൊണ്ട് പോകാമെങ്കിൽ രാഹുകേതുക്കൾ നേരെ തിരിച്ചാണ്. മറ്റൊക്കെ രാശി പോകുമ്പോൾ രാശിയിലേക്ക് കുംഭത്തിൽ നിന്നും മീനത്തിലേക്ക് ശനി പോകുന്നുണ്ടെങ്കിലും നേരെ രാഹു തിരിച്ചിങ്ങോട്ടാണ്, മീനത്തിൽ നിന്നും കുംഭത്തിലേക്കാണ്. അത് ശനി 2.5 കൊല്ലം കൊണ്ട് മാത്രമേ രാശി മാറും. അതാണ് ഇക്കൊല്ലത്തെ പ്രത്യേകത. ഏറ്റവും അധികം ദീർഘകാലം ഒരു രാശിയിൽ നിൽക്കുന്ന ഗ്രഹങ്ങളാണ് ഇക്കൊല്ലം മാറിക്കൊണ്ടിരിക്കുന്നത്. വ്യാഴം 1 കൊല്ലം കൊണ്ടും രാഹുകേതുക്കൾ 1.5 വർഷം കൊണ്ടുമാണ് ഒരു രാശി മാറുന്നത്. ഇന്നത്തെ ഈ രാശിമാറ്റം കൊണ്ടുണ്ടാകുന്ന ഗുണങ്ങളും ഇപ്പോൾ നടക്കുന്ന ഗുണങ്ങളും ആർക്കൊക്കെ ഗുണം ചെയ്യും എന്നാണ് പറയുന്നത്. ഏതെല്ലാം നക്ഷത്രക്കാർക്കാണ് ഇതിൻ്റെ ഗുണം കിട്ടുക? അതായത് അതിസമ്പന്ന യോഗങ്ങളുടെ നക്ഷത്രക്കാരുടെ ആദ്യം പറയുന്നത് അശ്വതിയും ഭരണിയും കാർത്തികക്കാലും വരുന്ന മേടക്കൂറുകാർ. അവർക്ക് നല്ല സമയമാണ്, ഇപ്പോഴേ നല്ല സമയം അവർക്ക്. മെയ് അവസാനം തൊട്ട് അവർക്ക് രാശി കുറച്ചൊക്കെ മാറുന്നുള്ളൂ, കാരണം വ്യാഴമെല്ലാം പിന്നെ മാറുന്നു. പക്ഷെ ഇപ്പോൾ അവർക്ക് നല്ല സമയമാണ്. അശ്വതിയും ഭരണിയും കാർത്തികക്കാൽ എന്ന് പറഞ്ഞാൽ കാർത്തികക്കാലിന് കാർത്തികൻ്റെ 1ാമത്തെ പാദം. 4 പാദങ്ങൾ അവർ നക്ഷത്രത്തിൻ്റെവാം, അതിൽ 1ാമത്തെ പാദം. ഇവർക്ക് അതിസമ്പന്ന യോഗമാണ്. ഇവർക്ക് വിചാരിച്ച കാര്യങ്ങളൊക്കെ നടക്കും. അതിസമ്പന്ന യോഗം സാമ്പത്തികമായിട്ടും, അതുപോലെ വീട് പണിക്ക് കല്യാണം കഴിക്കാതെ കല്യാണത്തിൻ്റെ കാര്യം നടക്കും. അതുപോലെ തന്നെ സാമ്പത്തികമായിട്ട് വളരെയധികം ഉന്നതിയിലേക്കും. ലോട്ടറി ഭാഗ്യം വരെ ഇവർക്ക് വരും. ലോട്ടറി അടിക്കാൻ സാധ്യതയുണ്ട് ഇവർക്ക്. രണ്ടാമത് വരുന്നത് അതിസമ്പന്ന യോഗമുള്ള നക്ഷത്രക്കാർ എന്ന് പറഞ്ഞാൽ ഇടവൻ രാശിക്കാരാണ്. കാർത്തിക മുക്കാലും രോഹിണിയും മകേരത്തിൽ അരയും. അതായത് മകേരത്തിൽ 1-2 പാദങ്ങൾ. ഈ നക്ഷത്രക്കാർക്ക് ശനി 11ലേക്കും വ്യാഴം 2ലേക്കും മാറുന്നു. അതിസമ്പന്ന യോഗം. അവർക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും ഈ ഒരു രാശി മാറ്റി അടുത്ത കാലത്തൊന്നും ഇവർക്ക് കിട്ടിയിട്ടുണ്ടാവില്ല. അത്രയും നല്ല കാലമാണ്. ഇനി ഇതുപോലെ കിട്ടണമെങ്കിൽ 10-30 വർഷം കഴിയണം. അത്രയും നല്ലൊരു കാലമാണ്. ഇവർ എന്താണ് വിചാരിക്കുന്നത് അതൊക്കെ നടക്കും. ഇവർ രാജകീയ സുഖങ്ങൾ അനുഭവിക്കും. ലോട്ടറി ഭാഗ്യങ്ങളും ഇവർക്ക് കിട്ടാക്കടങ്ങളുണ്ടെങ്കിൽ അതൊക്കെ കിട്ടും. എല്ലാം കൊണ്ടും നല്ല ഒരു കാലഘട്ടമാണ് ഇവർക്ക്. പിന്നെ ഉണ്ടാകുന്ന അതിസമ്പന്ന യോഗം ഇല്ലെങ്കിൽ കൂടി മിഥുന രാശിക്കാർക്ക് തീരെ മോശമില്ലാത്തൊരു കാലഘട്ടമാണ്. ഒരു സമ്മിശ്രമായിട്ട് ഒരു ദോഷവും ഗുണവും മുമ്പിങ്ങനെ പറയുകയില്ല. എൻ്റെ വ്യാഴത്തിൻ്റെ മാറ്റം ലഗ്നത്തിലേക്കാണ് വരുന്നത്. അതുകൊണ്ട് ഇവർക്ക് വേറൊരു ഗുണം കിട്ടുന്നതെന്ന് വെച്ചാൽ ഇവർക്ക് കല്യാണം നടക്കും. കല്യാണം കഴിക്കാത്ത പെൺകുട്ടികളുണ്ടെങ്കിൽ ഇവർക്ക് കല്യാണം നടക്കും. അതുപോലെ തന്നെ ജോലി കിട്ടുന്ന സാധ്യതയുണ്ട്. ജോലി സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് മാറ്റം കിട്ടുവാനുള്ള സാധ്യതയുണ്ട്. ഇതെല്ലാം ഈ മിഥുന രാശിക്കാർക്ക് കിട്ടും. മിഥുന രാശി എന്ന് പറഞ്ഞാൽ മകരത്തിൻ്റെ അരയും തിരുവാതിരയും പുണർത്തിൽ മുക്കാലും പുണർത്തിലും മുക്കാലും കഴിയും. അതിന് അടുത്തത് വരുന്നത് അത് കുറച്ച് മോശമുള്ള കാലഘട്ടമുള്ളൊരു കർക്കിടക്കൂറുകളാണ്. അഷ്ടമത്തിലെ ശനി അവർക്ക് കഴിയുന്നുണ്ടെങ്കിലും മാർച്ച് 29 വലിയ ഗുണങ്ങൾ അവർക്ക് പോരാ. വ്യാഴം അവർക്ക് 12ലേക്കാണ് വരുന്നത്. ഇവർ വളരെയധികം കരുതലോടെ ജീവിക്കണം. അതുപോലെ തന്നെ ജാതകത്തിൽ നല്ല ദശയാണെങ്കിൽ ഇവർക്കൊന്നും പറ്റൂല. അതെല്ലാവർക്കും കണക്കാണ്. ജാതകത്തിൽ നല്ല ദശയുള്ളവർക്കാണ് ഇത് കൂടുതൽ ഗുണം കിട്ടുക. ജാതകം കൂടി നോക്കണം. അത് നല്ല ദശയും കാര്യമില്ലാണെങ്കിൽ ജാതക ഫലവും കൂടി നോക്കിയാലും മാത്രമേ ശാരഫലം കൊണ്ട് മാത്രം സാധിക്കില്ല. ശാരഫലത്തിൽ ഉള്ള ഒരു ചെറിയൊരു കാര്യങ്ങൾ മാത്രമേ പറയുള്ളൂ. ജാതകം കൂടി നോക്കണം. കർക്കിടക്കൂടുകാർക്ക് സമയം വളരെ കുറച്ച് മോശമാണ്. കഴിഞ്ഞ കൊല്ലവും മോശം, ഇക്കൊല്ലവും മോശം തന്നെയായിരുന്നു. കാരണം വ്യാഴം 12ലാണ് വരുന്നത്. അപ്പോൾ അവർ പിന്നെ വരുന്നത് ചിങ്ങക്കൂറെ സംബന്ധിച്ചിടത്തോളം ശനിയും വ്യാഴം കുറച്ചും ഗുണം ആയിട്ട് വരുമെങ്കിലും മെയ് 13 ശേഷം ശനിയും വലിയ ഗുണം
ചെയ്യുന്നില്ല. അവർക്ക് ശനി അഷ്ടമത്തിലായതുകൊണ്ട് കുറച്ച് പ്രയാസങ്ങൾ ആണ് വരുന്നത്. എന്നുവെച്ചാൽ പണം കിട്ടും ഒരാളിന്, ജോലിയിൽ നിന്നും തൊഴിലിൽ നിന്നെല്ലാം വരുമാനം കിട്ടും. അതുപോലെ തന്നെ രോഗത്തിന് വേണ്ടി ചിലവായി പോകും. ഇവർ മുത്തിച്ച ഹോമം, ശിവന് ധാര, കൂവളമാല ഇതൊക്കെ നടത്തണം. എന്നാൽ മാത്രമേ ഇവർ രക്ഷപ്പെടും. അപ്പോൾ ചിങ്ങൻ രാശി എന്ന് പറയുന്നത് മകവും പൂരോത്രത്തെക്കാലും ഇങ്ങനെ. ഇനിയിപ്പോൾ ഇത് വരുന്നതെന്ന് വെച്ചാൽ കന്നിരാശിക്കാർ. അപ്പോൾ ഉത്രത്തിൽ മുക്കാവും അത്തവും ചിത്രയിൽ പകുതിയും വരുന്ന കന്നിക്കൂറുകാർക്ക് ഇവർക്ക് ഇപ്പം നല്ല കാലഘട്ടമാണ്. പക്ഷേ കുറച്ച് രോഗങ്ങളും കാര്യങ്ങളും മറ്റ് പ്രയാസങ്ങളുള്ളൊരു കാലഘട്ടമാണിത്. ഇവരും ശ്രീകൃഷ്ണൻ്റെ പാൽപ്പായസവും ശിവന് സൃഷ്ടിച്ച ഹോമം ഇതൊക്കെ കഴിക്കണം. എന്നത്തിന് ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളെല്ലാം വരുന്നത് വളരെ ശ്രദ്ധിക്കണം. ശരീരത്തിന് രോഗങ്ങളുണ്ടെങ്കിൽ ഇവർ മദ്യപിക്കുവാനും പാടില്ല. അതുപോലെ തന്നെ മത്സ്യമാംസാദികൾ വളരെ ചുരുക്കം മാത്രമേ ഉപയോഗിക്കാവൂ. ഉപയോഗിക്കാതിരിക്കുന്നത് ഏറ്റവും നല്ലത്. പിന്നെ വരുന്നത് വെച്ചാൽ തുലാക്കൂറുകാരാണ്. തുലാക്കൂറുകാർക്ക് വളരെയധികം നിലവുണ്ടായി. അത് വ്യാഴവും നന്ന്, ശനിയും. ഇവർക്ക് ആരെങ്കിലും ശത്രുക്കൾക്കൊന്നും നശിച്ചു. ഇവർക്കാരും കൂടോത്രം മുതലായ എന്തെങ്കിലും ചെയ്തെങ്കിൽ അവർക്കെല്ലാം നാശം വരും, തിരിച്ചടിക്കും അവർക്ക്. അത്രയും നല്ല കാലം തുലാക്കൂറുകാർക്ക്. അപ്പോൾ ചിത്രയിൽ പതിയും ചോദ്യവും വിഷാദത്തിനും മുക്കാലും വരുന്നതാണല്ലോ തുലാക്കൂർ. ഇവർക്ക് അതിസമ്പന്ന യോഗ. ഇവർ തൊട്ടതെല്ലാം പൊന്നാവും. ഏത് മേഖലയിൽ കൈവച്ചാലും ഇവയ്ക്ക് ലാഭം പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ ലോട്ടറി ഭാഗ്യം, അവനെ പിന്നെ പല ഭൂമി വാങ്ങേണ്ടതുണ്ട്, ഭൂമി വേണ്ടിയിരിക്കും ഭൂമി വാങ്ങാം, വാഹനം വേണ്ടിയിരിക്കും വാഹനം. എല്ലാം കൊണ്ടും ഒരു നല്ലൊരു കാലഘട്ടമാണിത് ഇവർക്ക് എല്ലാം കൊണ്ടും. ഇവരുടെ കുടുംബാംഗങ്ങൾക്കെല്ലാം ജോലി കിട്ടുവാനും അവർ കുടുംബത്തിലുള്ള പല ആർക്കും നല്ല ഉന്നത സ്ഥാനം കിട്ടുവാനും എല്ലാ കാര്യത്തിലും മുൻപന്തി നിൽക്കുന്നൊരു രാശിക്കാരാണ് തുലാഖാൻ. അതുപോലെ ഇവരുടെ കല്യാണമൊക്കെ കഴിക്കാത്ത ആളുകളുണ്ടെങ്കിൽ ഇവർക്ക് ഈ സമയത്ത് കല്യാണം കിട്ടും. അതുപോലെ ദമ്പതികൾ പിരിഞ്ഞിരിക്കുന്ന കുറേ ആൾക്കാരുണ്ട് തുലാക്കൂറിൽ. ദമ്പതികളെല്ലാം പിരിഞ്ഞ് ഇനിയിപ്പോൾ ഒരു വിവാഹബന്ധം വേർപെടുത്തുക, അതൊക്കെ നന്നാവുക. ഇവരൊക്കെ കാര്യത്തിൽ ഇപ്പം ദമ്പതികൾ തമ്മിൽ പിരിഞ്ഞാതെ അവർ വീണ്ടും യോജിച്ച് വരും. കുട്ടികൾ നല്ലൊരു കുടുംബ ജീവിതം നയിക്കുവാനുള്ളൊരു കാലഘട്ടവും കൂടിയാണിത്. ഇവർക്ക് ശത്രുക്കൾ എന്ന് പറഞ്ഞാൽ തീരെ ഉണ്ടാവില്ല. ഇവരോട് ആരെങ്കിലും ശത്രുക്കൾ ചെയ്തെങ്കിൽ അവർ പരാജയപ്പെടും. ഇനി വരുന്നത് നമ്മുടെ വൃശ്ചികക്കൂറാണ്. വൃശ്ചികക്കൂർ നക്ഷത്രങ്ങൾ എന്ന് പറഞ്ഞാൽ വിശാഖത്തിൽ കാലും, അതുപോലെ തന്നെ അനിഴവും തൃക്കേട്ടെ. ഇവർക്ക് കുറച്ച് കാലമായിട്ട് വളരെ കഷ്ടപ്പാടാണ്. എല്ലാ കാര്യത്തിലും പ്രയാസങ്ങളും. കാരണം 4 ശനി ഇവരെ വല്ലാതെ ബുദ്ധിമുട്ട്. അർദ്ധാഷ്ടമ ശനി എന്ന് പറയും. വല്ലാതെ ബുദ്ധിമുട്ടിന്. തൊഴിൽ പോയിട്ടുണ്ട് ചിലവരെ, തൊഴിൽ കിട്ടാത്തവരുണ്ട്, പണം കടം കൊടുത്തിട്ട് കിട്ടാത്തവരുണ്ട്. ഇതൊക്കെ സാമ്പത്തികമായിട്ടുള്ള പല പ്രയാസങ്ങൾ. ഇതിന് ചെറിയൊരു മെച്ചം ഉണ്ടാവും. വലിയതെന്ന് പറയണമെങ്കിൽ ചെറിയൊരു മോശമില്ലാത്തൊരു കാലഘട്ടം ആയിരിക്കും ഇവർക്ക് വരുന്നത്. അതുകൊണ്ട് ശനി അങ്ങോട്ട് മാറുന്നതോട് കൂടിയിട്ട് ഇവർക്ക് ചെറിയ മെച്ചങ്ങളെല്ലാം വരും. അതിസമ്പന്ന യോഗമൊന്നും ഇവർക്കില്ല. മറ്റേ കുറേ കാര്യങ്ങളിൽ ഇവർക്ക് നടത്താൻ സാധിക്കും. അതുപോലെ രോഗങ്ങളും കാര്യങ്ങളുണ്ട്, അതൊക്കെ ഒരു ചെറിയൊരു ശമനം വരും രോഗത്തിനെല്ലാം. ഇനി നമ്മൾ പറയുന്നത് ധനുവാണ്. ധനുക്കൂറിൽ വരുന്ന മൂലവും പൂരാടും ഉത്രാടത്ത് കാലും വരുന്ന നക്ഷത്രക്കാർ. ഇവർക്ക് വ്യാഴത്തിൻ്റെ ഗുണം കിട്ടുവാൻ പോകുന്നുണ്ട്. വ്യാഴം നല്ലതായിരിക്കും. ഇവർക്ക് അതിസമ്പന്ന ധാരാളം പണം കയ്യിൽ വരും. പല ഭാഗത്തുനിന്നും ഭാര്യ വകയിലുള്ള ധനം കിട്ടുവാൻ സാധ്യതയുണ്ട്. സ്വത്ത് വിറ്റിട്ടുള്ള ഒരു ഓഹരി കിട്ടുവാൻ സാധ്യതയുണ്ട്. അവൻ തൊഴിലെല്ലാം നല്ല വിജയം വരും, ലാഭവും എല്ലാം കിട്ടുവാൻ സാധ്യതയുണ്ട്. വീട് മാറ്റിപ്പണിയേണ്ടവർക്ക് അത് സാധിക്കും. ഇങ്ങനത്തെ കുറേ കാര്യങ്ങളാണ് ധനുക്കൂറുകാരെ സംബന്ധിച്ച്. എന്നാലും അവർക്ക് കഴിഞ്ഞ കാലത്തേക്കാൾ നല്ലതാണ്. വ്യാഴം നല്ല ആയിട്ടാണ് വരുന്നത്. അതുകൊണ്ട് നല്ലൊരു വർഷമാണിത്. അത് സമ്പന്ന യോഗമൊന്നുമില്ല, മറ്റു കാര്യങ്ങളൊന്നുമില്ല. ഇനിയിപ്പോൾ വരുന്നത് നമ്മളെ മകരക്കൂറുകാരെ പറ്റിയാണ്. മകരക്കൂറുകാരെ പറ്റി പറഞ്ഞെങ്കിൽ
ഉത്രാടത്തിൽ മുക്കാലും തിരുവോണം അവിട്ടത്തിൽ അരയും വരുന്ന മകരക്കൂറുകാർ ഏഴരശ്ശനി കഴിഞ്ഞവരെ ഇവർ ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്ക് വരുന്നതാണ്. ഇത്രനാൾ ഇരുട്ടിലായിരുന്നു. ഏറെക്കൊല്ലായി ശനി വരെ ബുദ്ധിമുട്ട് കയറിയിട്ട്. എന്നാൽ ജാതകത്തിൽ നല്ല ദശയിൽ ഒന്നും പറ്റിയില്ലെങ്കിൽ ജാതകത്തിൽ ദശ മോശ ഉള്ള ആൾക്കാർക്കെല്ലാം രോഗങ്ങളും മാരകമായ രോഗങ്ങൾ പിടിപെട്ടികളുണ്ട്. അതുപോലെ തന്നെ ബന്ധുക്കളുമായിട്ട് പിരിഞ്ഞു പോയവരുണ്ട്. അതുപോലെ തന്നെ പല കാര്യങ്ങളിലും നഷ്ടം സംഭവിച്ചവരുണ്ട്. കേസുകൾ വഴക്കുകളുണ്ട്. ഇതൊക്കെ വലിയ മാറി ഒരു പുതു യുഗം പറക്കുന്ന പോലെ ഒരു ഏഴരശ്ശനി കഴിഞ്ഞു കഴിഞ്ഞു. ശനീൻ്റെ ബുദ്ധിമുട്ട് ഇനി 30 കൊല്ലത്തേക്ക് ഏഴരശ്ശനി ഒരിക്കില്ല. പിന്നെ കണ്ടശനിയും മറ്റുമൊക്കെ ഉള്ള ആളുകളുണ്ട്. ഏഴരശ്ശനി ആണ് ഏറ്റവും അതിൽ അത് കഴിഞ്ഞ് ഈ 29 ഉണ്ട്. ഇനി വരുന്നത് കുംഭക്കൂറുകാരന്. ആ വിട്ടത്തിലരയും ചതിയും പൂരോരട്ടതി മുക്കാലും വരുന്ന കുംഭക്കൂറുകൾ. ഇവർക്ക് ജന്മത്തിൽ ശനിയാണ്. അത് മെയ് 29 അല്ല മാർച്ച് 29 ശനി പോവാണ്. ആ ശനീൻ്റെ മാറ്റത്തോട് ഇവർക്ക് സമ്പന്ന യോഗം വരും. ഇവർക്ക് പല കാര്യത്തിലും ഇത്രനാൾ തൊഴിലില്ലാത്തവർക്ക് തൊഴിൽ കിട്ടും. അതുപോലെ തന്നെ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുള്ളവർക്ക് സാമ്പത്തികമായിട്ട് സമ്പത്ത് വരും, കയ്യിൽ വന്നു ചേരും. ലോട്ടറി ഭാഗ്യം വരെ വരുവാൻ സാധ്യതയുണ്ട്. ഇവർക്ക് ഒരു ലോട്ടറി അടിക്കുന്നതാണ്. അവർ അത്രയും സമ്പന്നന്മാരായി മാറും. പ്രതീക്ഷിക്കാത്ത സമ്പന്നന്മാരായി മാറുന്ന ഒരു രാശിക്കാരാണ് ഈ കുംഭൻ രാശിക്കാർ. കുംഭത്തിന് എല്ലാം കൊണ്ടും നല്ല ഒരു കാലഘട്ടമാണ്. ഇവർ മഹാവിഷ്ണുവിന് പാൽപ്പായസവും അതുപോലെ തന്നെ ഭഗവതിക്ക് പുഷ്പാഞ്ജലി ഇതൊക്കെ കഴിച്ചാൽ വളരെ നല്ലതാണ്. ഇനി വരുന്നത് ലാസ്റ്റ് വരുന്നത് മീനക്കൂറുകാരാണ്. മീനക്കൂറുകാരെ സംബന്ധിച്ചോളം ഇപ്പം ഇനി വരുന്നത് മാർച്ച് 29 ശനി ലഗ്നത്തിലേക്ക് വരുന്നതാണ്. ആ ജന്മശനിയാണ്. ഇവർ വളരെയധികം ശ്രദ്ധിക്കണം. ഇവരും എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ശിവന് പുഷ്പാഞ്ജലി, അതുപോലെ തന്നെ മുത്തിച്ചേമം, കൂവളമാല, ഭഗവതിക്ക് രക്തപുഷ്പാഞ്ജലി ഇതൊക്കെ കഴിക്കണം. ഇവർക്ക് സാമ്യം വളരെ ഒരു ഗുണം അല്ല. ജാതകത്തിന് സാമ്യമാണെങ്കിൽ വലിയ ദോഷങ്ങൾ വരുന്ന ഇപ്പം അതിൽ വരുന്ന നക്ഷത്രം എന്ന് പറയുന്നത് പൂരോരട്ടാതിക്കാലും ഉത്രട്ടാതിയും രേവതിയും വരുന്ന 3 നക്ഷത്രങ്ങളാണ്. ഈ 3 നക്ഷത്രങ്ങളും വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാലമാണ്. രോഗം വരുവാൻ സാധ്യതയുണ്ടെന്ന് അവർക്ക്. പല രോഗങ്ങളും കാര്യങ്ങളും ബുദ്ധിമുട്ടുകളും തടസ്സങ്ങളും കേസുകളും വഴക്കുകളും ഇതെല്ലാം രക്ഷപ്പെടണമെങ്കിൽ ഈ ശിവനെ പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ ഭഗവതിയെ ഭഗവതിക്ക് ഗുരുതി പുഷ്പാഞ്ജലി ഒക്കെ കഴിപ്പിക്കുക. ഇത്രയും കാര്യമാണ് ഇക്കൊല്ലത്തെ ഫലങ്ങൾ പറയാറുണ്ട്. പിന്നെ ഇക്കുറി കടുത്ത ചൂട് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്ന നമുക്ക് കാലാവസ്ഥയെ പറ്റി പറയുകയാണെങ്കിൽ, അതായത് മാർച്ച് 14 തൊട്ട് വേനൽ മഴ തുടങ്ങും. അത് ഏപ്രിൽ 14 വരെ നല്ല മഴ കിട്ടും. ശക്തിയായ മഴ തന്നെ കിട്ടും. കാലാവസ്ഥയെ പറ്റി പറഞ്ഞാൽ ഇടിമിന്നോട് കൂടിയ മഴ ഉണ്ടാവും. മഴ ചെറിയ മഴയല്ല, വളരെ വലിയ മഴ തന്നെ പെയ്യും. ഈ ചൂട് എന്നെ അശമിപ്പിക്കാനുള്ള ഏറ്റവും ഉള്ള മഴ തന്നെ വരും. മഴ ചെറിയൊരു മഴ പെയ്ത് 1-2 ദിവസം കൊണ്ട് പോകാൻ കുറേ ദിവസം നീണ്ടു നിൽക്കുന്നൊരു വേനൽ മഴ കിട്ടും. കാലാവർഷം ഇക്കുറി മോശപ്പെട്ടൊന്നുമില്ല. വളരെയധികം കഷ്ടപ്പെടുന്ന കാലമൊന്നുമില്ല. ചില സ്ഥലത്തെല്ലാം ഭൂമി ഉരുക്കാറുണ്ടാവും. ഭൂചലനം ചില ഇടത്തിൽ അനുഭവപ്പെടും. അതൊന്നും വലിയ കേരളത്തെ സംബന്ധിച്ചിടത്തോളം വലിയൊരു അപകട മേഖലയൊന്നുമില്ല. അതുപോലെ വെള്ളപ്പൊക്കവും കാര്യങ്ങളും ഈ വർഷമില്ല. ഡാമുകളൊക്കെ നിറയും. മഴ നല്ല ഉണ്ടാവും. പക്ഷേങ്കിൽ ഒരു വെള്ളപ്പൊക്കവും മറ്റുള്ള കാര്യങ്ങളും ഈ വർഷമില്ല. വീഡിയോ അവസാനിക്കുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.